بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. തുഹ്ഫത്തുൽ മുഹ്താജ് രണ്ടാം വാള്യം പേജ് 25. കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം പറഞ്ഞത് നിൽക്കാൻ കഴിവില്ലാത്തവൻ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലിരിക്കാം, എന്നാൽ ഇഫ്തിറാഷ് ആണ് അഫ്ളല്. ഇഖ്ആ അഥവാ നായയിരുത്തം കറാഹത്താക്കപ്പെടും എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂഉം സുജൂദും ചെയ്യേണ്ടതെങ്ങനെ? റുക്കൂഇന്റെ ചുരുങ്ങിയ രൂപവും അതിന്റെ പൂർണ്ണമായ രൂപവുമാണ് പറയുന്നത്. സുമ്മ യൻഹനി, പിന്നീട് അവൻ കുനിയണം, വുജൂബൻ നിർബന്ധമായിട്ടും. അവനെന്ന് വെച്ചാൽ അൽ മുസല്ലി ഫർളൻ ഖാഇദൻ, ഇരുന്നവനായി ഫർള് നിസ്കരിക്കുന്നവൻ. ഇനി സുന്നത്ത് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കുന്നവനും അങ്ങനെ തന്നെയാണെന്ന് ശേഷം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ സാധിക്കാത്തവനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ലമീർ അങ്ങോട്ട് മടക്കുന്നത്. ഇരുന്ന് ഫർള് നിസ്കരിക്കുന്നവൻ കുനിയണം. ലി റുക്കൂഇഹി, അവന്റെ റുക്കൂഇലേക്ക് കുനിയണം. ഇൻ ഖദുറ, അവന് സാധിച്ചാൽ. ബിഹൈസു തുഹാദി ജബ്ഹതുഹു, അവന്റെ നെറ്റി നേരിടുന്ന സ്ഥിതി കണ്ട്. മാ ഖുദ്ദാമ റുക്ബതൈഹി, അവന്റെ രണ്ട് മുട്ടിന്റെ മുൻഭാഗത്തോട്. മിൻ മുസ്വല്ലാഹു, അവൻ നിസ്കരിക്കുന്ന ആ സ്ഥലത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ആ സ്ഥലം, അത് അവന്റെ മുട്ടിന്റെ മുൻഭാഗത്തുള്ള സ്ഥലമാണ്. മിൻ മുസ്വല്ലാഹു എന്നത് ബയാനാണ്. ഖുദ്ദാമ റുക്ബതൈഹി, അതിനോട് അവന്റെ നെറ്റി നേരിടുന്ന സ്ഥിതി കണ്ട് കുനിയലാണ്. ഹാദാ അഖല്ലു റുക്കൂഇഹി, ഇതാണ് ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ഏറ്റവും ചുരുങ്ങിയ റുക്കൂഅ്. വൽ അക്മലു, പരിപൂർണമായ റുക്കൂഅ്. അൻ തുഹാദിയ ജബ്ഹതുഹു, അവന്റെ നെറ്റി നേരിടലാണ്. മൗളിഅ സുജൂദിഹി, അവന്റെ സുജൂദിന്റെ സ്ഥാനത്തോട് നേരിടലാണ്. സ്ഥാനത്തേക്ക് നേരിടുന്ന സ്ഥിതി കണ്ട് കുനിയലാണ്. നെറ്റി നിലത്ത് കുത്തുകയല്ല. അതാണ് പൂർണ്ണമായ രൂപം. എന്നാൽ വറുക്കൂഉൽ ഖാഇദി ഫിന്നഫ്ലി, സുന്നത്ത് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂഉം കദാലിക, ഇപ്രകാരം തന്നെയാണ്. അതിന്റെ അഖല്ലും അക്മലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. വദാലിക ഖിയാസൻ അലാ അഖല്ലി റുക്കൂഇൽ ഖായിമി വ അക്മലിഹി, ഖായിമിന്റെ ഏറ്റവും ചുരുങ്ങിയ റുക്കൂഉ, ഏറ്റവും പൂർണ്ണമായ റുക്കൂഉ, അത് രണ്ടിനോടും ഖിയാസാക്കിയതിന് വേണ്ടിയാണ് ഇവിടെയും ഇങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂഉം ഇപ്രകാരം വരുന്നത്. ഇതിൽ അവ്വലു, കാരണം ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ അഖല്ലു റുക്കൂഉ. യുഹാദി, അത് നേരിടും. ഫീഹി, ആ നിന്ന് നിസ്കരിക്കുന്നവൻ അവന്റെ റുക്കൂഇൽ നേരിടും. മാ അമാമ ഖദമൈഹി, അവന്റെ രണ്ട് ചെരുപ്പടിക്കാലിന്റെ മുൻഭാഗത്തോട് നേരിടുന്ന സ്ഥിതി കണ്ടാണ് അവൻ കുനിയുന്നത്. അത്രേ അവന് നിർബന്ധമുള്ളൂ. അഥവാ രണ്ട് ഉള്ളംകൈ മുട്ടുംകാലിനോട് നേരിടുന്ന, തൊടാൻ പറ്റുന്ന രൂപത്തിൽ കുനിഞ്ഞാൽ മതി. അപ്പൊ അവന്റെ രണ്ട് ഖദമിന്റെ മുൻഭാഗത്തോട് മാത്രമേ നേരിടുകയുള്ളൂ. നിന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂയിൽ
ഏറ്റവും അഖല്ലായ രൂപം അതാണ്. എന്നാൽ വസ്സാനി രണ്ടാമത്തവൻ എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കുന്നവൻ അവന്റെ അക്മലായ റുക്കൂ ചെയ്യുമ്പോൾ യുഹാദി ഫീഹി ആ റുക്കൂയിൽ അവൻ നേരിടും ഖരീബ മഹല്ലി സുജൂദിഹി അവന്റെ സുജൂദിന്റെ മഹല്ലിനോട് ഖരീബായിട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ മുതുകും അവന്റെ പെരടിയും ഒരു പലക പോലെ സമമാകുന്ന രൂപം കൊണ്ട് കുനിഞ്ഞാൽ അവന്റെ മുഖം നേരിടുന്നത് സുജൂദിന്റെ മഹല്ലിനോട് ഖരീബാണ്. അപ്പോൾ ആ രണ്ട് രൂപത്തോട് ഖിയാസാക്കിയിട്ടാണ് ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂ അഖല്ലും അക്മലും വരുന്നത്. ഫമൻ ഖാല ചിലർ അവർ പറഞ്ഞു ഇന്നഹുമ അലാ വിസാനി റുക്കൂഇൽ ഖായിമി ഇത് രണ്ടും ഇവിടെയുള്ള ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ അഖല്ലു റുക്കൂഉം അക്മലു റുക്കൂഉം അലാ വിസാനി റുക്കൂഇൽ ഖായിമി ഖായിമിന്റെ നിന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂഇനോട് തുല്യമായ രൂപത്തിൽ തന്നെയാണെന്ന് പറഞ്ഞവർ അറാദ അവർ ഉദ്ദേശിച്ചത് ബിന്നിസ്ബത്തി ലിഹാദൽ അംരി തഖരീബിയി ഈ ഏകദേശം പറഞ്ഞ ഈ കാര്യത്തിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ്. ലത്തഹദീദിയി അത് കൃത്യമായതല്ല. നമ്മൾ പറഞ്ഞല്ലോ ഖരീബ മഹല്ലി സുജൂദിഹി സുജൂദിന്റെ മഹല്ലിനോട് ഖരീബ്. സുജൂദിന്റെ മഹല്ല് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അപ്പുറത്താണ്, മുഖം നേരിടുന്ന സ്ഥിതിയല്ല, കുറച്ചുകൂടി അപ്പുറത്തേക്കാണ്. ആ ഏകദേശ ഇതിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് വിസാന്റെ മേലിലാണെന്ന് പറഞ്ഞത്. ലത്തഹദീദി അത് കൃത്യമായ രൂപത്തിലല്ല. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.